ഹലോ മുത്തുകളെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം മുനീർ മേടയിലാണ്. വീഡിയോ കാണുമ്പോൾ ഈ ഏണിയും പൊക്കിക്കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലെന്നൊന്നുമല്ല. പിന്നെ കുറേ ചെടി ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കസ്റ്റമറിന് പ്ലാന്റ്സ് കൊറിയർ അയക്കേണ്ട, ഇവിടെ വന്ന് എടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കസ്റ്റമറെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് എല്ലാ ഫ്രൂട്ട് പ്ലാന്റും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. കാരണം വെച്ചാൽ ചാമ്പയാണെങ്കിലും പേരയാണെന്നുണ്ടെങ്കിലും മുള്ളാത്തയാണെന്നുണ്ടെങ്കിലും നോർമലാത്തയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രൂട്ട് പ്ലാന്റും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നത് വെച്ചാൽ നമ്മൾ നട്ട് നനച്ച് അതിൽ നിന്ന് പിന്നെ പൂവുണ്ടായി അല്ലെന്നുണ്ടെങ്കിൽ കാ ഉണ്ടായി നമ്മൾ അതിൽ നിന്ന് പറിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അത് ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആയിക്കോട്ടെ. അത് മാത്രമല്ല, നമ്മൾ ഈ മുള്ളാത്തയുടെ കാര്യം പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം കെയറിങ് ഒന്നും ആവശ്യമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അധികം കെയറിങ് ഒന്നും ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. അതുപോലെ ഒരുപാട് ഔഷധങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് മുള്ളാത്ത. അതുമല്ല, ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വലിയ വലിയ മാളുകളിലെ കാര്യങ്ങളിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ ഇത് അത്ര നിസ്സാരക്കാരനല്ലെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. കാരണം വെച്ചാൽ നല്ല വിലയുള്ളൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. കാരണം വെച്ചാൽ എല്ലാ കസ്റ്റമറിനും അറിയാം. അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമ്മളുള്ള സ്ഥലത്ത് 1, 2, 3 ഫ്രൂട്ട് പ്ലാന്റുകൾ നമ്മൾ അത്യാവശ്യം നട്ടു വയ്ക്കും. ഏതാണെന്നുണ്ടെങ്കിലും പേരയാണെന്നുണ്ടെങ്കിലും ചാമ്പയാണെന്നുണ്ടെങ്കിലും ഏത് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ട് സൈഡിൽ അല്ലെന്നുണ്ടെങ്കിൽ ഉള്ള സ്ഥലത്ത്. അത് മാത്രമല്ല, പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാരണം ഒരുപാട് വലുതാവുന്ന പ്ലാന്റ്സുകൾ, കാരണം വെച്ചാൽ വലിയ തടിയായിട്ട് കായ്ക്കുന്ന പ്ലാന്റ്സുകൾ, അതുപോലെ തന്നെ വലിയ വലിപ്പം വെച്ചിട്ട് കായ്ക്കുന്ന പ്ലാന്റ്സുകളാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് എല്ലാ പ്ലാന്റ്സും കാരണം വെച്ചാൽ വളരെ പെട്ടെന്ന് കായ്ക്കുന്നതും അതുപോലെ തന്നെ ചട്ടിയിലാണെന്നുണ്ടെങ്കിലും പിന്നെ ഉള്ള സ്ഥലത്ത് നടാൻ പറ്റിയ ഒരുപാട് പ്ലാന്റുകൾ, ഹൈബ്രിഡ് പ്ലാന്റുകൾ, അതുപോലെ തന്നെ ബഡ്ഡിങ് പ്ലാന്റുകൾ, അധികം ഹൈറ്റ് വെക്കാത്തത്, അതുപോലെ തന്നെ 3 വർഷം കൊണ്ട് കായ്ക്കുന്നത്, അതുപോലെ തന്നെ 1 വർഷം കൊണ്ട് കായ്ക്കുന്ന, 6 മാസം കൊണ്ട് കായ്ക്കുന്ന വരെ പ്ലാന്റ്സുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. കാരണം നമ്മൾ സെയിൽ ചെയ്യുന്നത് കൊണ്ട് പറയുമല്ല. ഇന്ന് ഇതിനകത്ത് കായ്ച്ചിട്ട് നമ്മൾ പറിക്കുമ്പോൾ ഇന്ന് ഇതിനകത്ത് കായ്ച്ചിട്ട് ഞാൻ പറിച്ചപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷം. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ഉള്ള സ്ഥലത്ത് നമ്മൾ ഉള്ള ഒരു ഇച്ചിരി സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മളുള്ള സ്ഥലത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ ഫ്രൂട്ട് പ്ലാന്റുകൾ വെച്ച് പിടിപ്പിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ ഒരിടത്തൊക്കെ പോകുമ്പോൾ ഒരിടത്ത് കായ്ച്ചൊക്കെ നിൽക്കുമ്പോൾ അത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ കാണുമ്പോൾ പിന്നെ പറിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അത് മറ്റൊരാളത്ത് ചോദിച്ചിട്ട് പറിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ സ്ഥലത്ത്, നമ്മളുള്ള സ്ഥലത്ത്, അതുപോലെ തന്നെ നല്ല സ്ഥല സൗകര്യം ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റുന്ന രീതിയിൽ 1, 2 ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ വെച്ച് പിടിപ്പിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനി എന്തോ ആയിക്കോട്ടെ, ചാമ്പയാണെങ്കിലും പേരയാണെന്നുണ്ടെങ്കിലും ഏത് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും, കാരണം വെച്ചാൽ അതിനകത്ത് കായ്ച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് പറിച്ച് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് വെച്ചാൽ അത് വേറെ തന്നെ. അതുപോലെ തന്നെ നമ്മളുള്ള സ്ഥലത്ത് ഇപ്പോൾ ചെറിയ ചെറിയ പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കറി ഇപ്പം നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ഒരു ഇച്ചിരി സ്ഥലത്താണെന്നുണ്ടെങ്കിലും കൃഷി ചെയ്യുന്ന ഒരുപാട് വീടിന് മണ്ടയിൽ കോവലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഐറ്റംസ് നടന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ പിന്നെ എങ്ങനെയാണ് ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ. കാരണം ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും നല്ല റേറ്റ്, അതുപോലെ നല്ല സെല്ലർമാരുടെ നിന്ന് പ്ലാൻസുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഒരുപാട് ഓഫർ പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ, വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കസ്റ്റമർ വാങ്ങിച്ചിട്ട് അത് കായ്ച്ചിട്ട് നമുക്ക് ഫോട്ടോ ഇട്ട് തരുമ്പോൾ അതൊരു പ്രത്യേക അത് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു സന്തോഷം കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് കസ്റ്റമർ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നിന്ന് എപ്പോഴും വാങ്ങാറുണ്ട്. അത് കുറേ നാളിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ 6 മാസത്തിന് ശേഷം നമ്മൾ മറന്നുപോയാലും അവർ കായ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഫോട്ടോ ഇട്ട് തരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പ്ലാന്റ് ആണല്ലോ എന്ന്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും അല്ല പറയുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ 1, 2 ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി തിരിഞ്ഞ് ചിലപ്പോൾ പേരയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാമ്പയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേര കായ്ക്കുന്ന സമയത്ത് പിന്നെ ആയിക്കില്ല, ചാമ്പ കായ്ക്കുന്നത് ചിലപ്പം പേരയുടെ സീസൺ കഴിയുമ്പോഴായിരിക്കും ചാമ്പ കായ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ സമയത്തും ഒരു 5, 6 ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറി തിരിഞ്ഞ് എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പറിക്കുമ്പോഴും അത് കാണുമ്പോൾ തന്നെ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറൊരു ലെവൽ സന്തോഷം തന്നെയാണ്. അപ്പം നമ്മൾ കഴിയുന്നതും നമ്മളുള്ള സ്ഥലത്ത്. അപ്പോൾ ചിലപ്പോൾ തറയിൽ വെക്കാൻ പറ്റത്തില്ല, അതുവർക്ക് ഇപ്പോൾ തറ പിന്നെ നടാൻ പറ്റാത്ത സ്ഥല സൗകര്യം കുറവുള്ളവർക്ക് ഇപ്പം ടെറസിൻ്റെ മണ്ടയിലാണെങ്കിൽ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യുക. അതുപോലെ തന്നെ അതിനകത്ത് നിന്ന് കായും കാര്യങ്ങളും അതുപോലെയൊക്കെ പറിച്ച് സന്തോഷമായിട്ട് ഇരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. അപ്പോൾ നമ്മൾ
അപ്പോൾ ഇത്രയും പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ നമ്മുടെ മുള്ളാത്തേക്ക് ഇപ്പോൾ 3ാമത്തെ വട്ടമോ 4ാമത്തെ വട്ടമോ ആണ് കായ്ക്കുന്നത്. ഇപ്പോഴാണ് ഒരു വീഡിയോ എടുത്തത് ഞാൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഇതിനകത്ത് കായ്ച്ച് കിടപ്പോൾ നമ്മൾ ഒത്തിരി ഒന്നും പറിക്കാറില്ല. 1-2 വീട്ടിൽ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കാമെന്നുണ്ടെങ്കിൽ പറിച്ച് കൊടുക്കാറേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ അണ്ണാനാണെന്നുണ്ടെങ്കിൽ കിളികളാണെന്നുണ്ടെങ്കിൽ ഇവയെല്ലാം ഇത് ആശ്രയിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പഴുത്ത് 2 ജസ്റ്റ് പറിച്ചെന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വേറെയും കുറേ ഫ്രൂട്ട് പ്ലാന്റുകൾ കായ്ച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പം വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പുതിയ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ കയറാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിലാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് എല്ലാ ആഴ്ചയിലും ഒരു ഫ്രീ പ്ലാന്റ് വെച്ച് ഒരു കസ്റ്റമർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്നും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് നേരെ മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ ഗ്രൂപ്പിൽ കയറിയാൽ മതി. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ ഉടനെ തന്നെ റീപ്ലൈ തരുന്നതായിരിക്കും.